ഹായ്, ഞാനും അതിനും എവിലിൻകുട്ടനും കൂടിയിട്ടേ ഒന്ന് മഴ കാണാൻ ഇറങ്ങിയതാ. അപ്പം നോക്കിയപ്പോൾ ഇവിടെ ഈ പാടത്ത് ഇവിടെ അങ്ങനെ കാണിച്ചു കൊടുക്കണം. ഈ പാടത്ത് ഈ വെള്ളം കെട്ടി കിടക്കാം, വെള്ളം കയറി കിടക്കാം. പക്ഷെ എന്നാലും ഞങ്ങൾ ഈ പാടത്ത് ഇവിടെ വല വീശുണ്ട്. അപ്പോൾ വല വീശി കുറച്ച് മീൻ പിടിക്കാം. ഏണ്ട് ഞങ്ങളല്ല, വേറെ ആരെങ്കിലും കാണാൻ പോകും. ഓക്കെ, കമോൺ പോയിന്. വെള്ളം കയറി കിടക്കണേ, എന്നാലും അഡ്ജസ്റ്റ്മെന്റ് പോവാം. വെള്ളം അങ്ങനെ കയറി കിടക്കാട്ടോ. ബൈക്കൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറി കിടക്കണമെങ്കിൽ പാടത്തെ വെള്ളം റോട്ടിലെ വെള്ളം ഒരേ ലെവലല്ല. പാടത്തെ വെള്ളം കയറി പാടത്ത് മീനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണ പാടത്തെ റോട്ടിലെ വെള്ളം. അപ്പൊ റോഡ് ഏതാ തോട് ഏതാന്ന് അറിയാത്തൊരവസ്ഥ. പക്ഷെ നമ്മള് അഡ്ജസ്റ്റ്മെന്റ് സാഹസികമായിട്ട് യാത്ര ചെയ്തോണ്ടിരിക്കണം. വെള്ളം അങ്ങനെ അധികം ഇല്ല, പക്ഷെ എന്നാലും വണ്ടി വീല് പകുതിയിലേറെ മുങ്ങുന്ന തരത്തില് വെള്ളമുണ്ട്. അയ്യോ, ഒരു കണക്കിനും കൂടെ എത്തി. അങ്ങനെ ആ ചേട്ടൻ വല വീശിട്ടോ, വല വീശി മീനുണ്ടെന്ന് തോന്നണേ. ഒക്കെ എടുക്കണുള്ളൂ, അതിൽ നിറച്ച് മീനുണ്ട്. ഓ, ഇഷ്ടം പോലെ മീൻ. മീൻ കൊണ്ട് കരക്ക് കയറ്റി ഞാൻ കുടഞ്ഞെടുക്കണം മീൻ. എന്ത് മീനെന്ന് നോക്കട്ടെ കേട്ടോ. നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന മീനുകളാണ് കൂടുതലും. കല്ലട ഉണ്ട്, കല്ലട. ഇവിടെ കല്ലട എന്ന് പറയും. പല സ്ഥലത്ത് പല പേരാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പേര് പറയണതെന്ന് ഒന്ന് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. ഇതിലിപ്പോൾ കല്ലടയുണ്ട്, പരലുണ്ട്, അങ്ങനെ കുറച്ച് മീനുകളുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാ ഒക്കാണ്ട് ചാടി വീണ് നോക്കി. ഇവിടെ ഞങ്ങൾ മാത്രമല്ല, അത് കുറേ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നിട്ടാ. ഇങ്ങനെ മഴ കൊണ്ട് മഴയത്ത് ഇങ്ങനെ വല വീശി മീൻ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞായിട്ട് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കുറേ പേര് ഇതിന് കാണാനായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവൂട്ടാ. ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാണ്. അപ്പം നോക്കിയപ്പോൾ ചേട്ടൻ നന്നായിട്ട് വല വീശി ഇഷ്ടംപോലെ മീൻ കിട്ടുന്നു. ഇപ്പോൾ ഈ വെള്ളമൊക്കെ കയറിയാലുണ്ട് മീനൊക്കെ പല സ്ഥലത്തേക്ക് ഓടണതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കിട്ടിയതാണ്. ഇപ്പോൾ ആ ചേട്ടൻ വല കൊണ്ട് പോയപ്പോൾ മറ്റേ വേറെ ചേട്ടൻ വന്നിട്ട് അതൊക്കെ പറക്കി വേറൊരു സഞ്ചിയിലേക്ക് ഇട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി കേട്ടാ. ഇതിപ്പോൾ കല്ലടയാണ് കിടക്കണേ. അതിൻ്റെ അപ്പുറത്ത് പരലുണ്ട്, പിന്നെ വേറൊരു ടൈപ്പ് മീൻ, അതിന് പേരും അറിയില്ല. പിന്നെ ഇത് ഇവിടേക്ക് നോക്കിയത് ഇതിന് അവിടെയൊക്കെ ഇഷ്ടം പോലെ മീനുകൾ ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ടാ. ഇതിനൊക്കെ ആ ചേട്ടൻ പിടിക്കും. ഇപ്പം തന്നെ വലിയ മീൻ പിടിച്ചത് എത്ര ഉണ്ടായിരുന്നു? 1 2 3 4 5 6 മീൻ പിടിച്ച് പോകണം. എത്ര ഉണ്ട്? 6. ഹലോ, ഹാപ്പിയല്ലേ? പോയോ? ഞാൻ വിളിക്കും. ഇത് പണ്ടൊക്കെ ഞങ്ങൾ കറി വെച്ച് തിന്നായിരുന്നു. ഇപ്പൊ ആൾക്കാർ ഇല്ലെന്ന് തോന്നുന്നു. നീ കഴിച്ചിട്ടുണ്ടാ? സ്നെയിലല്ലേ? പക്ഷേ ഇതെങ്ങനെ കറി വെക്കണേ? ഇത് ആദ്യം നമ്മൾ എന്തെങ്കിലും വെച്ചാൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് വേവിക്കുമ്പോൾ ഇത് പൊട്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറച്ചി വരും. അത് വലിയതല്ലേ? കറി കഴിക്കണം. അതും കറി വെക്കുന്ന അതേ പോണ പറ്റി. പിന്നല്ല, ഞങ്ങള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞങ്ങളിപ്പോൾ നടന്നു പോയില്ല. നടത്തി വെള്ളക്കെട്ടായിരിക്കും. കേട്ടാ, വെള്ളക്കെട്ടറിയാം. പടക്ക പൊട്ടിക്കേ? കാലിക്ക് പടക്കം പൊട്ടി. അങ്ങനെയാ? ഇങ്ങനെ ചവിട്ടിട്ട് പൊട്ടിക്കും. അതെന്തിട്ട് പടക്കത്? ചെറുപ്പ് ഊരിട്ടോ. പൊട്ടുണ്ടോ? പൊട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിച്ച ആൾക്കാരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ കണ്ട എല്ലാവർക്കും അനുവിനെ കാണിച്ചിട്ടാ. അനു ചന്ദ്രീന്ന് ഇറങ്ങി പോലെ അതിനുള്ള പാന്റ്. ഏലിൻകുട്ടൻ സിംഗിൾ ഒരു കോട്ട്, ഞാനും അങ്ങനത്തെ ഒരു കോട്ട്. അപ്പം ഞങ്ങളിങ്ങനെ ചെറിയൊരു മഴ കാണാൻ വേണ്ടി വന്നാണ്. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത്. കുറേ മീനൊക്കെ പിടിച്ചു. ഓക്കെ, ബൈ. ഏലിൻകുട്ടൻ ബൈ. പോവാം.